അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ മസാല ആയിട്ടാണ്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാണ്ട് നമുക്കിത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു വലിയ കൈപ്പിടി ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ചെറിയുള്ളി അധികം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ചെറിയുള്ളിയും വലിയ ഉള്ളിയും ഹാഫ് ഹാഫ് ആയിട്ട് എടുക്കാം. എന്നാലും കുഴപ്പമില്ല. എന്നാലും ചെറിയ ഉള്ളിക്കാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറണ വരെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഈ മസാല ഒന്ന് കവർ ചെയ്യണ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഒഴിക്കണ്ട. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. മസാല ഏകദേശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വരട്ടെ. നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻസ് ഒക്കെ അറിയിക്കൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.